നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂൾ തുടങ്ങുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗം നോക്കാം. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. തിരുവനന്തപുരം ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലും തിരൂർ തുഞ്ചൻ പറമ്പിലും ഉൾപ്പെടെ വലിയ തിരക്ക്. ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ ശ്രമം. അഹിംസയുടെ സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ ത്യാഗോജ്വല ജീവിതത്തിന്റെ ഓർമ്മയിൽ രാജ്യം. പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ.എൻ. കുട്ടമണിയെ നീക്കി. നടപടി കൈക്കൂലി കേസിൽ കുട്ടമണിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയതിന് ഇന്നലെയാണ് കുട്ടമണിയെ അറസ്റ്റ് ചെയ്തത്. ഗൾഫിലേക്കുള്ള വിമാന സർവീസ് വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനത്തിനെതിരെ ഗൾഫിലും പ്രതിഷേധം ശക്തമാകുന്നു. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതോടെ രൂപപ്പെടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് 260.56 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ. കേരളം ആവശ്യപ്പെട്ടത് 2219 കോടി രൂപ. സിഎം വിത്ത് മീ കോൾ സെന്ററിലേക്ക് പരാതിപ്പെടാനായി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫർ. കോൾ സെന്ററിലേക്ക് വിളിച്ചത് പോലീസിനെതിരായ പരാതി പറയാൻ. ഫോൺ കിട്ടാത്തത് ഒരേ സമയം ഒരുപാട് പേർ വിളിക്കുന്നതിനാലെന്ന് വിശദീകരണം. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഭാര്യ ഗീതാഞ്ജലി ആങ്മു. വാങ്ചുക്കുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചു. മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗീതാഞ്ജലി. ബീഹാർ അന്തിമ വോട്ടർ പട്ടികയിൽ വിമർശനവുമായി കോൺഗ്രസ്. പുതുക്കിയ പട്ടികയിൽ കള്ളവോട്ടുകളുണ്ടെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നുണ പ്രചരിപ്പിച്ച് വോട്ടുകൾ നേടുകയാണെന്നും കോൺഗ്രസ്. രാജ്യത്ത് സ്വർണ്ണവില വർദ്ധിക്കുന്നത് BJPയുടെ നേതാക്കളാണ് അതിന് പിന്നിലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. അഴിമതി പണം BJP നേതാക്കൾ സ്വർണ്ണമടക്കമുള്ള വിലയേറിയ ലോഹങ്ങളിലേക്ക് മാറ്റുകയാണ്. ദ്രവരൂപത്തിലുള്ള കള്ളപ്പണം ഖര ആസ്തികളായി മാറ്റുന്ന സ്വർണ്ണവൽക്കരണമാണ് നടക്കുന്നതെന്നും അഖിലേഷ് യാദവിന്റെ എക്സ്പോസ്റ്റ്. ഫിലിപ്പീൻസിൽ ഭൂകമ്പം 6.9 തീവ്രത രേഖപ്പെടുത്തി. സെബുവിന്റെ വടക്കേ അറ്റത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. 70ഓളം പേർക്ക് ജീവൻ നഷ്ടമായെന്ന് വിവരം. നേപ്പാളിൽ കനത്ത മഴ. ഭാഗ്മതി നദിയിൽ ജലനിരപ്പ് ഉയർന്നു. മധ്യമേഖലകളിലും വെള്ളപ്പൊക്കം രൂക്ഷം. ശക്തമായ കാറ്റിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ചാവക്കാട് പോലീസുകാരെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിപിടിയിൽ. നിസാറിനെ നാട്ടുകാരുടെ സഹായത്തോടെ ചാവക്കാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. SI ശരത് സോമനും CPO അരുണിനുമാണ് കുത്തേറ്റത്.